സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ CPM മുതുകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി L. കൃഷ്ണപ്രിയ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ CPM മുതുകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധരണിയും സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി L. കൃഷ്ണപ്രിയ ഉദ്ഘാടനം നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ സ്ത്രീകളും ഈ അടുത്ത് ശ്രീമതി ടീച്ചറിന്റെ ഒരു വലിയ പത്രപ്രസംഗത്തിൽ തന്നെ ശ്രീമതി ടീച്ചർ പറയുകയുണ്ടായി, സാധാരണക്കാരികളായ സ്ത്രീകൾക്ക് ഈ ഒരു പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് പറയുന്നത് മാസ ശമ്പളത്തിനായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അത് പ്രയോജനകരമാണ്. എന്നാൽ ഒരു രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സ്ത്രീകളിലേക്ക്, യാതൊരുവിധ വരുമാനം കിട്ടാത്ത സ്ത്രീകളിലേക്ക് വരുന്ന ഈ 1000 രൂപ എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകൾക്ക് അതൊരു വലിയ തുക തന്നെയാണ്. അതാണ് ഇവിടെ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇതിനെതിരായിട്ട് നമ്മളെ പോലെയുള്ള സ്ത്രീകൾ ഇനിയും മിണ്ടാതിരിക്കാൻ പാടില്ല. നമ്മൾ ശക്തമായി തന്നെ ഇതിനെ ചോദ്യം ചെയ്യണം, ശബ്ദമുയർത്തി തന്നെ ചോദ്യം ചെയ്യണം. ഇങ്ങനെ ഇതൊരു കരുതലാണ്. എല്ലാ മാസവും 1000 രൂപ വരും എന്നുള്ള പാവം സ്ത്രീകളുടെ കരുതലാണ് അവർ ഇല്ലാതായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ അടുത്ത് 2 ദിവസം മുമ്പ് ഒരു സെൻസസ് നടന്നു. സെൻസസിൽ 95% വരുന്ന സ്ത്രീകളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് പുനഃസ്ഥാപിച്ച് പിന്നെയും ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മളെ പോലെയുള്ള ഓരോ സ്ത്രീകളുടെയും ആവശ്യവും. അപ്പൊ ഈ നമ്മുടെ സംസ്ഥാനത്തെമ്പാടും മാത്രവുമല്ല, ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും LDF ഗവൺമെന്റ് തുടങ്ങി വെച്ച് സ്ത്രീപക്ഷമായി ചേർന്ന് നിന്ന് തുടങ്ങി വെച്ചൊരു കാര്യം പുതുതായി അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധതയാണ്. ഈ സ്ത്രീവിരുദ്ധത ഒരു ഗവൺമെന്റിൽ നിന്നും ഒരു സാധാരണക്കാരികളായ ആരും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. ഇതിനെതിരെ വേണം നമ്മൾ ചോദ്യം ചെയ്യാൻ. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പോകെ കണ്ടറിയാൻ സാധിക്കും. കുറെ ഗ്യാരണ്ടികൾ കൊണ്ടുവന്നു. എന്ത് ഗ്യാരണ്ടിയാണ്? ഇവര് പറയുന്നു ഇവര് സ്ത്രീപക്ഷമാണ്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കി ഇവർക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇവര് സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്ന്? ഇതൊക്കെ നമ്മളെ പോലെയുള്ള സ്ത്രീകൾ വേണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അവിടെയും എല്ലായിടത്തു നിന്നും ചോദ്യം ചെയ്യാനായിട്ട്. അതിനായി സംസ്ഥാനമെമ്പാടും ആഹ്വാനം ചെയ്ത ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് നാം ഇവിടെ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രഞ്ജിനി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. KS ഷാനി, K. വാമദേവൻ, സുസ്മിത ദിലീപ്, KR ബിന്ദു എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് മുതുകുളം.